സാധാരണയായി ദൂരെയുള്ള ഒരാളോട് സംസാരിക്കാൻ നമ്മൾ ഫോണിൽ കോൾ ചെയ്യാറല്ലേ പതിവ്. എന്നാൽ നമുക്ക് നേരിട്ട് അയാളോട് സംസാരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ കൂടിയുണ്ട്. അപ്പോൾ ഇത് പുതിയ സാങ്കേതിക വിദ്യയാണെങ്കിലും കുറച്ച് കാലമായി ഇറങ്ങിയിട്ട് എങ്കിലും ഇപ്പോഴും ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ചിട്ട് പലർക്കും അറിയില്ല. അതായത് സാധാരണയായിട്ട് നമ്മൾ ഫോണിൽ വിളിക്കേണ്ട ആളെ കോൺടാക്റ്റ് കണ്ടെത്തി എന്നിട്ട് കോൾ ചെയ്യും, അവിടെ റിങ് ചെയ്യും, അയാൾ കോൾ എടുത്താൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ സാങ്കേതിക വിദ്യ അങ്ങനെയല്ല. നമ്മുടെ ഫോണിലും അയാളുടെ ഫോണിലും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പറഞ്ഞാൽ മതി, അയാൾക്ക് നേരിട്ട് നമ്മൾ പറയുന്ന കാര്യം അയാളുടെ ഫോണിലൂടെ കേൾക്കാൻ സാധിക്കും. അതായത് റിങ് ചെയ്യലില്ല, കോൾ അറ്റൻഡ് ചെയ്യലില്ല, ഒരു ഫോർമാലിറ്റിയും ഇതിന് നടുവിലില്ല. അയാൾ ഫോൺ കീശയിലാണ് വെച്ചിരിക്കുന്നതെങ്കിലും നമ്മൾ ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് നേരിട്ട് കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് സഹായിക്കുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ടും ഇതേ വെബ്സൈറ്റിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം ഇതിൻ്റെ പ്രയോജനം കാണിച്ചു തരാം, ശേഷം എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഇപ്പം ഞാൻ ആദ്യത്തെ ഫോണിൽ പ്രസ് ചെയ്ത് സംസാരിക്കുന്നത് രണ്ടാമത്തെ ഫോണിലൂടെ തത്സമയം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഫോൺ ഗ്രീൻ ആയത് കാണാം. ഞാൻ എന്തു പറയുന്നതും ലൈവായി രണ്ടാമത്തെ ഫോണിലൂടെ കേൾക്കാം. രണ്ടാമത്തെ ഫോൺ ലോകത്ത് എവിടെയാണെങ്കിലും അത് ലോക്കാണെങ്കിലും കേൾക്കാൻ സാധിക്കും. ഇനി അയാളും ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ച് സംസാരിക്കുന്നതൊക്കെ നമുക്കും തത്സമയം കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം, രണ്ട് പേര് സ്ഥിരമായിട്ട് പരസ്പരം സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോളിംഗ് ഫോർമാലിറ്റി ഒന്നും ഇല്ലാതെ ഇതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ആരോടൊക്കെ നിങ്ങൾക്ക് തത്സമയം സംസാരിക്കണം, അവരുടെയൊക്കെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം, അത് സെറ്റപ്പ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ തത്സമയം സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇവിടെ സൈൻ അപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ വരും. അക്ഷരത്തെറ്റില്ലാതെ വളരെ കൃത്യമായി ഇമെയിൽ ID എഴുതിയതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വരും. അതിലേറ്റവും അവസാനത്തെ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ നെയിം കൊടുക്കേണ്ട ഓപ്ഷൻ വരും. യൂസർ നെയിം നമ്മുടെ സ്വന്തം പേരിൽ ചിലപ്പോൾ കിട്ടില്ല, കാരണം ഓൾറെഡി മറ്റുള്ളവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പേരിൻ്റെ കൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ എളുപ്പമുള്ള എന്തെങ്കിലും നമ്പറോ കാര്യങ്ങളോ ചേർക്കുക. ഞാനിപ്പോൾ തൻസീർ എന്ന് കൊടുത്ത് പാസ്വേഡിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ യൂസർ നെയിം കിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ TM എന്ന് കൂടി ചേർത്തതിന് ശേഷം പാസ്വേഡിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു യൂസർ നെയിം ലഭ്യമാണ്. ലഭ്യമല്ലെങ്കിൽ റെഡ് നിറമാവും. ഇനി പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടതാണ്. പാസ്വേഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് നിങ്ങൾ നൽകുക. ശേഷം താഴെയുള്ള ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അല്പസമയം ഒന്ന് കാത്തിരിക്കണം. അപ്പോൾ പെർമിഷൻ കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ വരും. അവിടെ താഴെ കണ്ടിന്യൂ എന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ ചോദിക്കുന്ന എല്ലാ പെർമിഷനും കൊടുക്കണം, കാരണം ഇത് കോൾ ലഭിക്കേണ്ടതാണല്ലോ. എല്ലാ പെർമിഷനും കൊടുത്താൽ ബാറ്ററി ഒപ്റ്റിമൈസിൻ്റെ ഓപ്ഷനിലേക്കാണ് എത്തുക. ചില ഫോണിൽ അത് സെലക്ട് ചെയ്യേണ്ടി വരും. ഏറ്റവും മുകളിൽ നോ റിസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ലോക്ക് സ്ക്രീനിലും ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റൊരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് ലോക്ക് സ്ക്രീനിലും കേൾക്കണമല്ലോ. ശേഷം വരുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാതെ ഏറ്റവും താഴെയുള്ള അതർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നമ്മുടെ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ സെറ്റ് ആകുന്നതാണ്. ഇനി ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. അതിലൂടെയാണ് നമുക്ക് സുഹൃത്തുക്കളെ ആഡ് ചെയ്യേണ്ടത്. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ യൂസർ നെയിം സുഹൃത്തിന് കൊടുത്താലും സുഹൃത്തിൻ്റെ യൂസർ നെയിം നമുക്ക് കിട്ടിയാലും അവരെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ യൂസർ നെയിം ആദ്യം ക്രിയേറ്റ് ചെയ്തത് തൻസീർ TM എന്നാണല്ലോ. അത് ഞാനിപ്പോൾ സുഹൃത്തിൻ്റെ വാട്സപ്പിലേക്ക് അയക്കുകയാണെന്ന് കരുതുക. അതിപ്പോൾ വാട്സപ്പിലൂടെ തന്നെ അറിയിക്കണമെന്നില്ല. മെസ്സേജ് ആയാലും കോളിലൂടെ ആയാലും നമ്മുടെ യൂസർ നെയിം സുഹൃത്തിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സുഹൃത്തും ഇതുപോലെ തന്നെ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഇപ്പോൾ രണ്ടാമത്തെ ഫോണിലും ഞാൻ അതേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുഹൃത്തിന് നമ്മുടെ യൂസർ നെയിം കിട്ടിക്കഴിഞ്ഞാൽ സുഹൃത്ത് ആളെ ആഡ് ചെയ്യേണ്ട ആ പ്ലസ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത നമ്മുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ഇതുപോലെ അവർക്ക് കാണിക്കുന്നതാണ്. ജസ്റ്റ് സുഹൃത്ത് അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വോളിയം കൺട്രോൾ താഴെ ഉണ്ടാവും. വോളിയം കൂട്ടണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ ഇവിടെ മുകളിലുള്ള ആഡ് ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യണം. ഇതോടെ രണ്ട് ഫോണും പരസ്പരം കണക്റ്റ് ആവും.
ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും യൂസർ നെയിം പരസ്പരം കൈമാറി നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നേരത്തെ ഞാൻ ഇൻട്രോയിൽ കാണിച്ചു തന്നതുപോലെ ഇത് പ്രസ് ചെയ്ത് പിടിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തത്സമയം മറ്റേ ഫോണിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഏത് സമയത്തും ഏത് പാതിരാത്രിക്കും ലോക്ക് സ്ക്രീൻ ആണെങ്കിൽ പോലും പരസ്പരം പറയാം, വിളിക്കാം, ഇങ്ങു വാ, ഇതാ ഞാൻ നിന്നെ കാത്തിരിക്കുന്നു എന്ന് പോലും പറയാം. അത് അവർക്ക് അവിടെ കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പുതിയൊരാളെ ആഡ് ചെയ്യണമെങ്കിലും ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അയാളുടെ യൂസർ നെയിം അടിച്ചാൽ അയാളും നമ്മുടെ ചാറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. എല്ലാവർക്കും ഒന്നിച്ച് സംസാരിക്കാം, ഗ്രൂപ്പായിട്ട് സംസാരിക്കാം, വാട്സപ്പ് പോലെ ഫോട്ടോ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാം. അങ്ങനെ പല ഓപ്ഷനും ഇതിനകത്തുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്ത ജിമെയിൽ ഒന്ന് കൺഫേം ചെയ്യാനുണ്ട്. നിങ്ങളുടെ ജിമെയിലിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തൊരു മെയിൽ വന്നിട്ടുണ്ടാകും ഇതുപോലെ. അതിനിവിടെ കൺഫേം ഇമെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രോം ബ്രൗസറിനകത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ആയി കിട്ടും. അതോടെ നമ്മുടെ ഫോണിൽ ഇത് ആക്ടിവേറ്റ് ആകും. ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കട്ടായി പോകും. അതുകൊണ്ടാണ് ജിമെയിലിൽ പോയിട്ട് ഇത് കൺഫേം ചെയ്യാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുക്കണമെങ്കിലും ഇതിൽ കൊടുക്കാൻ പറ്റും. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.